ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 24-ാമത്തെ അധ്യായം, അതായത് കപില അവതാരം. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതായത് 53-ാമത്തെ ഭാഗം. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ദേവഹൂതിയും കർദമ പ്രജാപതിയും തമ്മിലുള്ള ആ ദാമ്പത്യ ജീവിതം, അതേക്കുറിച്ചും അവസാനം 9 പെൺമക്കൾ ഉണ്ടായി. അവർ ജനിച്ചപ്പോൾ തന്നെ താമരപ്പൂവിൻ്റെ ഗന്ധമുള്ള സുന്ദരികളായ കുട്ടികൾ. അവർ ജനിച്ചതിന് ശേഷം 100 സംവത്സരക്കാലം ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒരു വിമാനം, 7 നിലയുള്ള വിമാനം, ഏത് സമയത്തും എവിടെയും സഞ്ചരിക്കാൻ മനോഗതമനുസരിച്ച് ഏത് ലോകങ്ങളിലും എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വിമാനം, സർവ്വ ആഡംബരങ്ങളും ഉള്ള വിമാനം കർദമൻ തൻ്റെ ആ യോഗസിദ്ധി കൊണ്ട് സൃഷ്ടിക്കുകയും അതിൽ 100 സംവത്സരക്കാലം ദേവഹൂതിയും ഒന്നിച്ച് സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്തതിന് ശേഷമാണ് വീണ്ടും തൻ്റെ ബിന്ദു സരസിലുള്ള സരസ്വതി തീരത്തുള്ള ആശ്രമത്തിലെത്തുകയും അവിടെ തൻ്റെ ഊർജം 9 കുഞ്ഞുങ്ങൾ ആയി മാറുകയും ആ 9 കന്യകമാരെ തങ്ങൾക്ക് മക്കളായി കിട്ടിയ ശേഷം കർദമൻ ആ വാക്കു പാലിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വിട്ടുപോവുകയും പിന്നീട് സന്യാസം സ്വീകരിക്കുമെന്ന് നേരത്തെ വിവാഹത്തിന് മുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് എന്ന് തൻ്റെ പ്രിയ പത്നിയോട് പറയുന്നു, ദേവഹൂതിയോട് പറയുന്നു. അപ്പോൾ ദേവഹൂതി വളരെ വിഷമിക്കുന്നു. അപ്പോഴാണ് ഇത്രയും കാലം മോക്ഷം സിദ്ധിക്കുവാനുള്ള സർവ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തനിക്ക് പൂർണ്ണമായ ഈശ്വരത്വം തരാൻ കെൽപ്പുള്ള ആൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ആ സത്യാന്വേഷിയായ ആ ബ്രഹ്മചൈതന്യത്തെ അനുഭവിക്കുന്ന ആളായ ആ പുണ്യപുരുഷൻ തൻ്റെ ഭർത്താവായി ഇരുന്നിട്ടും താൻ ശാരീരികമായ ആ ഒരു സന്തോഷം മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും. എന്നാൽ ഇങ്ങനെയുള്ള പരമമായ മോക്ഷപദത്തിനുള്ള ഉപദേശം തരുവാൻ ഒരിക്കലും എനിക്ക് തോന്നിയില്ലല്ലോ. അദ്ദേഹം ദാ ഇപ്പോൾ പടി ഇറങ്ങുകയും ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ കർദമൻ പറഞ്ഞത് എന്തിനാണ്? ദേവഹൂതിക്കൊരു ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇനിയും ഭഗവാൻ കപില അവതാരം ചെയ്ത് കപില വാസുദേവനായി കർദമനും ദേവഹൂതിക്കും വേണ്ടി വീണ്ടും അവരുടെ മകനായി ജനിക്കാൻ പോകുന്നു. ഈ 9 മക്കൾക്ക് ശേഷം അടുത്ത മകനായി ജനിക്കാൻ പോകുന്ന വിവരം നേരത്തെ തന്നെ ഭഗവാൻ കർദമ പ്രജാപതിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ദേവഹൂതിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ താൻ സന്യാസം സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 9 കന്യകമാരെയും അവർക്ക് ഉത്തമരായിട്ടുള്ള ആളിൻ്റെ കയ്യിൽ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് അങ്ങ് പോയാലും എനിക്ക് ധർമ്മം ഉപദേശിച്ചു തന്ന് ഈ ജീവിതത്തിൽ നിന്നും ഭൗതിക മോഹങ്ങളിൽ നിന്നും ലൗകിക ചിന്തകളിൽ നിന്നും എനിക്ക് മുക്തി നേടിത്തരുവാൻ എനിക്കൊരു മകനെ കൂടി അവിടുന്ന് തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ദേവഹൂതിയുടെ ഉള്ളിൽ എനിക്കൊരു മകൻ ഉണ്ടായാൽ അവൻ എനിക്ക് തത്വം ഉപദേശിച്ച് തരാൻ പ്രാപ്തിയുള്ളവനാവുമല്ലോ, ഉള്ള ഒരു മകനാവുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. സത്യത്തിൽ അതാണ് ഭഗവാൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് എന്ന് പറയില്ലേ. അതായത് ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചിരിക്കുകയാണ്, ഇവരുടെ മകനായി ഞാൻ പിറന്ന് സാഖ്യശാസ്ത്രം, അതായത് പ്രകൃതി പുരുഷ ബന്ധത്തിലൂടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന്, പ്രപഞ്ചത്തിൻ്റെ 24 ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ഉള്ള ആ ജ്ഞാനത്തെക്കുറിച്ച്, ആ ജ്ഞാനം, ഭക്തിക്ക് ഉപരിയായിട്ടുള്ള ജ്ഞാനം, ഭക്തിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ജ്ഞാനത്തിലേക്ക് മനസ്സുറയ്ക്കുമ്പോഴാണ് പൂർണ്ണമായ ആ സാഖ്യശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് പിടികിട്ടുന്നത്. എല്ലാറ്റിൻ്റെയും ഉറവിടം ഭക്തിയാണ്. അപ്പോൾ അത് ഉപദേശിക്കുന്ന കപില വാസുദേവനായി ഭഗവാൻ വരികയാണ് ഭൂമിയിൽ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണിവിടെ ഈ മനസ്സുകൾക്കുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ദേവഹൂതി ആ ഭൗതിക മോഹങ്ങളിൽപ്പെട്ട് ദാമ്പത്യ സുഖങ്ങളിൽപ്പെട്ട് ജീവിച്ചാൽ അതിൽ ആ ഭഗവാൻ തൻ്റെ ഗർഭത്തിലേക്ക് വരുന്ന ആ മഹാ ഊർജം താങ്ങുവാനുള്ള കരുത്ത് ഉണ്ടാവുകയില്ല. അപ്പോൾ അതിനുവേണ്ടി
നിരന്തരം യോഗസാധനയിൽ, ഭർത്താവിനെ പോലെ തന്നെ യോഗസാധനയിൽ ഇരുന്നാൽ മാത്രമേ ആ ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹാ തേജസ്സിനെ സ്വീകരിക്കുവാൻ ആ ഗർഭപാത്രം ശരിക്കും തയ്യാറാവുകയുള്ളൂ. അതിന് അങ്ങനെ ഒരു ചിന്ത വരാൻ വേണ്ടിയാണ് ഞാൻ സന്യാസം സ്വീകരിച്ചു പോവുകയാണ് എന്ന് കർദമൻ ആ ദേവഹൂതിയോട് പറയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുവാനുള്ളത്. അപ്പോൾ വിരക്തിയായി, വളരെ മനസ്സിന് വളരെ വിരക്തിയും പശ്ചാത്താപ വിവശയും ഒക്കെയായ ആ ദേവഹൂതി ഇങ്ങനെ കർദമനോട് അങ്ങ് പോകരുത് എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഭഗവാൻ തന്നോട് അരുളി ചെയ്തതിനെ ഓർമ്മിച്ചുകൊണ്ട് കർദമ പ്രജാപതി പറയുകയാണ്, അല്ലയോ രാജപുത്രി, ഭവതി ഇങ്ങനെ സ്വയം നിന്ദിച്ച് സംസാരിക്കരുത്. നാശരഹിതനായ ഭഗവാൻ അധികം താമസിയാതെ ഭവതിയുടെ മകനായി അവതരിക്കും. ഇപ്പോൾ തന്നെ നീ വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കുന്നവളാണ്. ഇന്ദ്രിയ നിഗ്രഹം, യമനിയമങ്ങൾ, തപസ്, ദാനം ഇവയോടുകൂടിയവളായി ശ്രദ്ധയോടെ ഈശ്വരനെ ഭജിക്കൂ. ഭഗവാൻ നിന്റെ പുത്രനായി അവതരിച്ച് എൻ്റെ കീർത്തിയെ എന്നെന്നും നിലനിർത്തും. ജ്ഞാനോപദേശം കൊണ്ട് നിന്റെ അജ്ഞാനത്തെ നശിപ്പിച്ച് നിന്നെ അനുഗ്രഹിക്കും. ഭഗവാൻ അവതരിച്ച ശേഷമേ ഞാൻ വനത്തിലേക്ക് പോവുകയുള്ളൂ. ദേവഹൂതി ഭർത്താവിൻ്റെ ഉപദേശത്തെ ആദരവോടെ സ്വീകരിച്ച് ഭഗവാനെ ശ്രദ്ധയോടെ ഭജിച്ചു. ഇങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവഹൂതി ഗർഭം ധരിച്ചു. നല്ലൊരു മുഹൂർത്തത്തിൽ വിഷ്ണു ഭഗവാൻ ദേവഹൂതിയുടെ പുത്രനായി അവതരിച്ചു. ആ സമയത്ത് ആകാശത്തിൽ വാദ്യങ്ങൾ മുഴങ്ങി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം വെച്ചു, ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ദിക്കുകളും ജലാശയങ്ങളും മനുഷ്യരുടെ മനസ്സും എല്ലാം നിർമ്മലങ്ങളായി തീർന്നു. സരസ്വതി തീരത്തുള്ള കർദമ ആശ്രമത്തിലേക്ക് ബ്രഹ്മദേവൻ കടന്നുവന്നു. അങ്ങനെ കർദമ പ്രജാപതിയെ അഭിനന്ദിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, മകനെ, നീ എനിക്ക് ശരിയായ വിധത്തിൽ ആചാര ഉപചാരങ്ങളെ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ വിവാഹം കഴിച്ചു, സന്താനോൽപാദനം ചെയ്തു, പ്രജാസൃഷ്ടിയിൽ എന്നെ സഹായിച്ചുവല്ലോ. അച്ഛൻ പറയുന്നത് ശരി എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നതാണ് ഒരു പുത്രൻ അച്ഛനോട് ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള ഉപചാരം. അങ്ങയുടെ സുന്ദരിമാരായ ഈ പുത്രിമാർ ലോക സൃഷ്ടിയെ പല വിധത്തിൽ അഭിവൃദ്ധിപ്പെടുത്തിക്കൊള്ളും. അപ്പോൾ കർദമൻ ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ്. അപ്പോൾ ആ കർദമനെ സൃഷ്ടിച്ചത് തന്നെ ഭൂമിയിൽ പ്രജകളെ സൃഷ്ടിക്കുക, ജനങ്ങളെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിലാണ്, നല്ല നല്ല സന്തതി പരമ്പരകളെ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം, അച്ഛനായ എൻ്റെ ആഗ്രഹം അതേപടി, അതിനോടൊരു തിരിച്ചൊരു ചോദ്യമില്ലാതെ ബ്രഹ്മതത്വം അറിഞ്ഞ് ജീവിക്കുന്ന ആളാണെങ്കിലും പ്രജകളെ സൃഷ്ടിക്കുക എന്ന ആ ഒരു ജോലി, സന്താനോൽപാദനം എന്ന ജോലിയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചപ്പോൾ നീ അത് നിനക്ക് വൈമുഖ്യമുണ്ടെങ്കിലും നീ അച്ഛൻ പറഞ്ഞത് അതേപടി അംഗീകരിച്ച് നീ വിവാഹിതനാവുകയും നല്ല പ്രജകളെ നീ 9 കന്യകമാരെ സൃഷ്ടിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ നീ ഉത്തമനായ മകൻ തന്നെയാണെന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. ഈ കന്യകമാരെ മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം, അങ്ങനെ ലോകത്തിൽ കീർത്തിയെ വ്യാപിപ്പിക്കണം എന്ന് ബ്രഹ്മദേവൻ ഉപദേശിക്കുകയാണ്. സകല ജീവജാലങ്ങൾക്കും ആശ്രയീഭൂതനും ആദിയിലുള്ളവനുമായ പരംപുരുഷനായ ഭഗവാൻ കപിലൻ എന്ന രൂപത്തിൽ, അതായത് ആ നാമത്തിൽ, കപിലൻ എന്ന് വെച്ചാൽ ഇടിമിന്നലിന് തുല്യമായ വർണ്ണത്തോടു കൂടിയവൻ എന്നാണ് കപിലൻ എന്ന വാക്കിന്റെ അർത്ഥം. ആ വർണ്ണത്തിൽ അവതരിക്കും, ഇടിമിന്നലിന്റെ വർണ്ണത്തിൽ അവതരിക്കും എന്ന് ഞാൻ അറിയുന്നു. ഇങ്ങനെ കർദമനോട് പറഞ്ഞ ശേഷം ബ്രഹ്മാവ് ദേവഹൂതിയോട് പറയുകയാണ്, അല്ലയോ മനുപുത്രി, മനുവിന്റെ മകളാണല്ലോ, ഭവതിയുടെ മകനായി അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ്. മനോഹരമായ തലമുടിയോടും താമരപ്പൂവാകുന്ന പാദരേഖയോടും കൂടി അവതരിച്ച ഭഗവാൻ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ഉപദേശിച്ച് ഭവതിയുടെ കർമ്മവാസനകളെ നശിപ്പിക്കും. സ്വരൂപ വിസ്മൃതി, വിപരീത ജ്ഞാനം ഇവ കൊണ്ടുണ്ടായ ഹൃദയഗ്രന്ഥിയാകുന്ന അജ്ഞാനത്തെ നശിപ്പിക്കും.
ഈ മകൻ സിദ്ധന്മാരുടെ അധിപനും സാഖ്യ ആചാര്യന്മാരിൽ ബഹുമാനിതനുമാകും. കപിലൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരും. ഭവതിയുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതിനായി ലോകത്തിൽ സഞ്ചരിക്കും. ഇങ്ങനെ ദേവഹൂതിയോടും കർദമനോടും പറഞ്ഞ ശേഷം ബ്രഹ്മദേവൻ ഹംസത്തിന്റെ വാഹനം, തൻ്റെ ഹംസവാഹനത്തിലേറി തൻ്റെ വാസസ്ഥലമായ സത്യലോകത്തിലേക്ക് പോയി. അതിനുശേഷം കർദമൻ തൻ്റെ പുത്രിമാരായ 9 പുത്രിമാരുണ്ട്, അവരെ അനുരൂപരായ ഋഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ പിതാവായ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം കല എന്ന മകളെ മരീചി മഹർഷിക്കും, അനസൂയയെ അത്രി മഹർഷിക്കും, ശ്രദ്ധ എന്ന മകളെ അങ്കിരിസു മഹർഷിക്കും, ഹവിർഭൂവിനെ പുലസ്ത്യ മഹർഷിക്കും, ഗതിയെ പുലഹ മഹർഷിക്കും, ക്രിയയെ ക്രതു മഹർഷിക്കും, ഖ്യാതി എന്ന മകളെ ഭൃഗു മഹർഷിക്കും, അരുന്ധതിയെ വസിഷ്ഠ മഹർഷിക്കും, ശാന്തിയെ അഥർവാവു മഹർഷിക്കും പത്നിമാരായി നൽകി. അപ്പോൾ ഈ അരുന്ധതി ദേവി കല എന്ന ആ ദേവി, ഗതി, ശ്രദ്ധ, അങ്ങനെ ഈ പേരുകളൊക്കെ നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരുടെ മക്കളായിരുന്നു, ആരാണ് അവരുടെ ഭർത്താക്കന്മാർ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കുക. ഹവിർഭൂ എന്ന ദേവി പുലസ്ത്യ മഹർഷി, അതുപോലെ പുലഹന്റെ ഭാര്യയാണ് ഗതി. ഇതൊക്കെ സപ്ത ഋഷികളിൽ ഋഷിമാരാണ് ഇവര്. അവരുടെ ഭാര്യമാരായിട്ട് ഈ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മക്കളാണ് മാറിയത്. പിന്നെ അവരിൽ നിന്നാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഗ്രഹനില ഒക്കെ എടുത്ത് നമ്മുടെ ജാതകമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഏത് മഹർഷിയുടെ ആ വംശത്തിൽപ്പെട്ടതാണ്, ഋഷിവംശം, നമുക്ക് ഏത് ഋഷിയിൽ നിന്നുണ്ടായ വംശമാണ് നമ്മളെന്നൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ ഈ സപ്ത ഋഷികൾ, ഈ ഭാര്യമാർ, അവരുടെ പരമ്പരകളാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സപ്ത ഋഷികളെയും ഒക്കെ ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ചു. അതിനുശേഷം സ്വയംഭൂ മനുവിന് ശതരൂപ എന്ന ഭാര്യയെ സമ്മാനിച്ചു. അതെല്ലാം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായത് തന്നെയാണ് അവരൊക്കെ. അതിലൂടെയാണ് പിന്നീട് സ്ത്രീകളൊക്കെ ഉണ്ടായത്, സ്ത്രീ പ്രജകളുണ്ടായത്. ആ പ്രജകളെയാണ് ദക്ഷ പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. ദക്ഷന്റെ മകളാണ് ഈ ദേവഹൂതിയും ആകൂതിയും പ്രസൂതിയും എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ. പ്രിയവ്രതനും ഉത്താനപാതനും, അവര് 2 പേരും ഭൂമി ഭരിക്കുന്ന ശ്രേഷ്ഠരായ രാജാക്കന്മാര്. അതും ദക്ഷ പ്രജാപതിയല്ല, സ്വയംഭൂവ മനുവിന്റെ മക്കളാണ്. അപ്പോൾ അത്രയും വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ചുള്ളൂ. അവരിൽ നിന്നാണ് പിന്നീട് ഇവിടെ കാണുന്ന എല്ലാ പ്രജകളും, എല്ലാ പരമ്പരകളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ തൊട്ടു മുൻപുള്ള ഭാഗങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ ആ പരമ്പരകളുടെ തുടക്കം മനസ്സിലാകും. നമ്മളിത് ഭാഗവതം ആദ്യ സ്കന്ധങ്ങളൊക്കെ, ഇത് തൃതീയ സ്കന്ധമാണ്. ഈ സ്കന്ധങ്ങളൊക്കെ നമ്മൾ വായിച്ചാലും അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് പോകും. ഈ പരമ്പരകളെ ഒക്കെ കുറിച്ച് നമുക്ക് ഒരു പിടി കിട്ടത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാതാണ് ഭാഗവതം അങ്ങ് വായിച്ചു പോകുന്നത്. എന്നാൽ തുടക്കം മുതൽ വ്യക്തമായി മനസ്സിലാക്കി പോയാൽ നമുക്ക് ഭാഗവതം പൂർണ്ണമായും അത് ശരിക്കും മനസ്സിലായി. അത് നമ്മൾ വെറുതെ പഠിക്കുകയല്ല, മനസ്സിലാക്കി പഠിച്ചതിൻ്റെ പ്രതീതി ഉണ്ടാവുകയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഭഗവാനല്ലേ ഭാഗവതം. അപ്പോൾ ഇങ്ങനെ മഹർഷിമാർക്ക് തൻ്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. മഹർഷിമാർ ഈ ഭാര്യമാരുമായി അവനവൻ്റെ ആശ്രമങ്ങളിലേക്ക് സന്തോഷമായി പോയി, പത്നി സമേതരായി പോയി. അങ്ങനെ കപില വാസുദേവൻ ഭഗവാൻ ഭുജാതനായി. മകന് 3 വയസ്സ് പ്രായമായി. ഒരു ദിവസം കർദമ പ്രജാപതി ഏകാന്തത്തിലിരിക്കുന്ന മകനെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ കർദമനും ദേവഹൂതിക്കും ഇത് മകൻ ജനിച്ചതിന് ശേഷം ആ മകന്റെ രൂപം അറിയാമായിരുന്നു. എത്ര തിളക്കമുള്ള മകനെ, ഇടിമിന്നലിന്റെ കളറാണെന്ന്. അതുകൊണ്ടാണ് കപിലൻ എന്ന വാക്ക് തന്നെ ഉണ്ടായത്. ആ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. അപ്പോൾ ഇപ്പം വസുദേവർക്കും ദേവകി മാതാവിനും
അല്ലെങ്കിൽ യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും ഒക്കെ ഭഗവാൻ ഒരു കുട്ടിയാണ്. ഇപ്പം യശോദ മാതാവും നന്ദഗോപരും കുഞ്ഞിനെ ഒരു മകനായി അവൻ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചിട്ടും അതെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടതാണ്. ഓരോ അസുരന്മാരിൽ നിന്നും, പൂതന എന്ന ആ മഹാരാക്ഷസിൽ നിന്നും, അതുപോലെ മഹാവൃക്ഷങ്ങൾ, മരുത് മരങ്ങളിൽ നിന്ന് ഗന്ധർവന്മാർ പുറത്തു വന്ന കാര്യമൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഈ അച്ഛനോടും അമ്മയോടും ഒക്കെ. അപ്പോഴെല്ലാം അതെല്ലാം അവർ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്നു എന്നാണ്, അങ്ങനെ തൻ്റെ മകൻ രക്ഷപ്പെടുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. കുഞ്ഞിനെ സ്വന്തം വായ പിളർന്ന് 14 ലോകങ്ങളും ആ വായിക്കകത്ത് വടികൊണ്ട് നിൽക്കുന്ന അമ്മയെയും കാണുമ്പോഴും ഒരു മായയിൽ, പെട്ടെന്ന് മായയിലേക്ക് ആ മാംസ ചക്ഷുസ് കൊണ്ട് കാണാതെ ദിവ്യ ചക്ഷുസ് ദേവിക്ക്, ആ യശോദ മാതാവിന് കൊടുത്താണത് കാണുന്നത് തന്നെ ഭഗവാൻ. ഈ എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ കുഞ്ഞു വായിൽ. പക്ഷേ പെട്ടെന്ന് വായ അടയ്ക്കുമ്പോൾ തന്നെ അമ്മ മായാഭ്രമത്തിൽ പെട്ടിട്ട് മറന്നു പോവുകയാണ്. നമ്മളൊരു സ്വപ്നം കണ്ടിട്ട് വീണ്ടും നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സ്വാഭാവികമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് സ്വപ്നമായിരുന്നല്ലോ, അത് ഞാനായിരുന്നില്ലല്ലോ, യാഥാർത്ഥ്യമൊന്നും അല്ലല്ലോ, ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് നമ്മൾ മായയിൽപ്പെട്ട് തോന്നുന്നത് പോലെ ഭഗവാൻ തൻ്റെ മായ സൃഷ്ടി കൊണ്ട് അമ്മയെ മറച്ചു കളഞ്ഞ്, അമ്മയ്ക്ക് ആ വിഭ്രമം കൊടുത്തപ്പോൾ അമ്മ വിചാരിക്കും, ഇത് എനിക്ക് തോന്നിയതാ, എൻ്റെ കാണാൻ തന്നെ ഇവൻ എന്ന്, അല്ലാതെ ഇത് സാക്ഷാൽ ആദിനാരായണനാണ് എൻ്റെ മകൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നോ അമ്മ ചിന്തിച്ചാൽ പിന്നെ ആ മകനെ പൂജിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ആ മോൻ എന്ന വാത്സല്യം മതിയാവോളം കൊടുക്കുകയാണ്. ആ മകൻ്റെ കളിയും ചിരിയും കണ്ട് ഒരു സാക്ഷാൽ ഭഗവാനാണെങ്കിൽ ആ വാത്സല്യമല്ലല്ലോ വരുന്നത്, ആരാധനയല്ലേ, ഭക്തിയല്ലേ വരുന്നത്. പക്ഷെ ഇവിടെയാകട്ടെ ദേവഹൂതിക്കും കർദമ പ്രജാപതിക്കും കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാൻ നേരിട്ട് കർദമനോട് പറഞ്ഞതാണ്, ഞാൻ ജനിക്കും അങ്ങയുടെ മകനായിട്ടെന്ന്. ദേവഹൂതിയോട് ബ്രഹ്മദേവൻ പറഞ്ഞു വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭഗവാനാണെന്ന്. അപ്പോൾ ആ ഭഗവാനായിട്ട് തന്നെയാണ് അവരതിനെ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കും കപില വാസുദേവന്റെ മുന്നിൽ. കാരണം അത് ഭഗവാനാണ്, ചെറിയ രൂപത്തിൽ വന്നിരിക്കുകയാണ് തങ്ങളുടെ മകനായി. തങ്ങൾ ചെയ്ത മഹാപുണ്യത്തിന്റെ ഫലം ഭഗവത് സേവനത്തിൽ 12 വർഷക്കാലമാണ് ദേവഹൂതിയും കർദമ പ്രജാപതിയും ആ വിവാഹത്തിന് ശേഷം ഭഗവത് സാന്നിധ്യത്തിന് വേണ്ടി ഭഗവാന്റെ സാധനകളിലൂടെ തപം ചെയ്ത് ജീവിച്ചത്. അപ്പോൾ അവരോളം യോഗ്യത ഭഗവാൻ ജനിക്കാൻ മറ്റാർക്കാണ്? അങ്ങനെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിവരിച്ചതാണ്. അതൊക്കെ വളരെ വിശദമായി കേൾക്കുക, മനസ്സിലാക്കുക. ഒരാളെങ്കിലും അത് കേട്ട് മനസ്സിലാക്കട്ടെ എന്ന ഒരു ആഗ്രഹത്തിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞിന് 3 വയസ്സായ സമയത്ത് കർദമൻ ഏകാന്തത്തിലിരിക്കുന്ന കുഞ്ഞിനെ ചെന്ന് നമസ്കരിക്കുകയാണ്. അച്ഛനാണ്, പക്ഷെ അത് ഭഗവാനാണെന്നറിയാം ഈ അച്ഛന്. അച്ഛൻ ചെന്ന് മകന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ ഇത് പൂർണ്ണനായ ഭഗവാനാണെന്നുള്ള ബോധത്തിലാണ് ഈ അച്ഛൻ കുഞ്ഞിന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, സംസാര സാഗരത്തിൽ ചുറ്റിത്തിരിയുന്നവർക്ക് വളരെ കാലത്തിന് ശേഷം ചിലപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകാം എന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് അനുഭവമായിരിക്കുന്നു. അതാണല്ലോ ഭഗവാൻ നിസ്സംഗനായ എൻ്റെ മകനായി അവതരിച്ചത്. എൻ്റെ കീർത്തിയെ ലോകത്തിൽ വ്യാപിപ്പിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ അവതരിച്ചിരിക്കുന്നത്. ജ്ഞാനപ്രാപ്തിക്ക് സുഗമമായ സാഖ്യശാസ്ത്രത്തെ ഉപദേശിക്കാനാണ് അങ്ങ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. അല്ലയോ ഭഗവാനെ, സ്വതേ രൂപമില്ലാത്തവനാണല്ലോ അങ്ങ്. ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച അലൗകിക രൂപങ്ങൾ തന്നെയാണ് അങ്ങയ്ക്ക് എല്ലാവിധത്തിലും അനുരൂപങ്ങളായവ. എന്നാൽ ചിലപ്പോൾ ഇപ്പോഴത്തെ പോലെ സാധാരണ മനുഷ്യരൂപത്തിലും അവിടുന്ന് അവതരിക്കാറുണ്ട്. ഭക്തന്മാരുടെ അഭീഷ്ടം സാധിക്കാനാണ് അങ്ങനെ അവിടുന്ന് അവതരിക്കുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ രക്ഷിതാവായ അവിടുത്തോട് ഞാൻ അനുവാദം ചോദിക്കുകയാണ്. അവിടുന്ന് പുത്രനായി അവതരിച്ചതോടെ എൻ്റെ ഋഷികടം, പിതൃകടം, ദേവകടം എന്നിവ 3 തീർന്നിരിക്കുന്നു. ഞാൻ സർവ അഭീഷ്ടങ്ങളും സാധിച്ചവനായിരിക്കുന്നു. ഇനി ഞാൻ പരിബ്രാജക സന്യാസിമാരുടെ മാർഗത്തെ അവലംബിച്ച്
നിന്തിരുവടിയെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദുഃഖരഹിതനായി സഞ്ചരിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ സദയം അനുഗ്രഹിച്ചാലും എന്ന് കുഞ്ഞിനോട്, തൻ്റെ മകനാണ്, എന്നാൽ സാക്ഷാൽ നാരായണനോട് പറയുകയാണ്. എനിക്ക് പരിബ്രാജകനായി ഭഗവാനെ അന്വേഷിച്ച് ആ തത്വത്തിൽ മാത്രം അടിയുറച്ച് മറ്റ് ബന്ധങ്ങളെല്ലാം വിട്ട് നിസ്സംഗനായി മാറി അവിടുത്തെ പൂർണ്ണ പദത്തിലെത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ അനുവദിക്കണമേ എന്ന് തൻ്റെ മകനായ കപില ഭഗവാന്റെ മുന്നിൽ യാചിക്കുകയാണ് കർദമൻ. അപ്പോൾ കപില ഭഗവാൻ അരുളി ചെയ്യുകയാണ്, എൻ്റെ വാക്കുകളാകുന്ന വേദങ്ങളാണല്ലോ ലൗകികവും വൈദികവുമായ കർമ്മങ്ങളിൽ പ്രമാണം. അതിനാൽ അങ്ങയുടെ പുത്രനായി ജനിക്കാമെന്ന് ഞാൻ പറഞ്ഞ വാക്കിനെ സത്യമാക്കി തീർക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ അവതരിച്ചിരിക്കുന്നത്. ദുഷിച്ച മനോവൃത്തികളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷമാർഗമാകുന്ന സാഖ്യശാസ്ത്രത്തെ ഉപദേശിക്കാനായിട്ടാണ് എൻ്റെ ഈ അവതാരം. പ്രകൃതി പുരുഷന്മാരുടെ ലക്ഷണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഈ സാഖ്യശാസ്ത്രം കുറേ കാലമായി ആരും അഭ്യസിക്കാത്തതിനാൽ ഏതാണ്ട് നിഷ്പ്രഭമായിരിക്കുന്നു. അതിനെ വീണ്ടും ഉപദേശിക്കാനാണ് ഞാനിപ്പോൾ അവതരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങയ്ക്ക് അനുവാദം തരുന്നു. ഇഷ്ടം പോലെ അങ്ങ് പൊയ്ക്കോളൂ. സകല കർമ്മങ്ങളിലും എന്നിൽ അർപ്പിക്കലാകുന്ന കർമ്മത്തിലൂടെ മൃത്യുവിനെ ജയിച്ച് മോക്ഷപ്രാപ്തിക്കായി എന്നെ ഭജിക്കൂ. ഞാൻ സ്വയം പ്രകാശരൂപിയും എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്നവരുമാണ്. അങ്ങനെയുള്ള എന്നെ തന്നിൽ താനായി കാണാൻ കഴിഞ്ഞാൽ ദുഃഖം നീങ്ങി അങ്ങ് ഭയരഹിതനായി ജീവൻ മുക്തിയെ പ്രാപിക്കും. എല്ലാ കർമ്മവാസനകളെയും നശിപ്പിക്കുന്ന ആത്മവിദ്യയെ അമ്മയ്ക്ക് ഞാൻ ഉപദേശിച്ചു കൊടുത്തുകൊള്ളാം. അതോടെ അമ്മ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തയായി തീരും. അങ്ങനെ കപില ഭഗവാൻ അച്ഛനെ അനുഗ്രഹിക്കുകയും അമ്മയുടെ കാര്യം അച്ഛനോട് പറയുകയുമാണ്. ഇങ്ങനെ അരുളി ചെയ്ത കപില ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് കർദമ പ്രജാപതി വനത്തിലേക്ക് പോയി. മൗനവ്രതം അവലംബിച്ചും ആത്മാവിനെ ശരണം പ്രാപിച്ചും നിസ്സംഗനായി സകല കർമ്മങ്ങളും ഉപേക്ഷിച്ചവനായി ഓരോ ദിക്കിലും സ്ഥിരമായി താമസിക്കാതെ അദ്ദേഹം ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു വന്നു. കാര്യകാരണങ്ങൾക്കതീതമായ ബ്രഹ്മത്തിൽ ദൃഢമായ നിഷ്ഠ, അതായത് ഞാൻ ബ്രഹ്മം തന്നെ എന്ന ഭാവം, ആ അനുഭവം കർദമനുണ്ടായി. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായ ദ്വന്ദ്ഭാവങ്ങൾക്ക് അതീതനായി തീർന്നു. മനസ്സ് അന്തര്യാമിയായ ഈശ്വരനിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയതോടെ അദ്ദേഹം തിരകളടങ്ങിയ സമുദ്രം പോലെ ശാന്തനായി കാണപ്പെട്ടു. സർവസാക്ഷിയും സർവൈശ്വര്യപൂർണനുമായ ഭഗവാൻ വാസുദേവനിൽ അത്യുത്തമമായ ഭക്തിഭാവത്താൽ കർമ്മവാസനകൾ നിശേഷം നശിച്ചു. ആത്മാവായ തന്നെ എല്ലാ ജീവജാലങ്ങളിലും സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആത്മാവായ താൻ ശരീരമല്ല ആത്മാവാകുന്ന ആ അനുഭവം എല്ലാ ജീവജാലങ്ങളിലും ആ ആത്മസ്വരൂപേണ ഇരിക്കുന്നതും ഭഗവാനാണെന്നുള്ള അനുഭവം. ആ അവസാനം അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെ തന്നെ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് മുക്തനായി തീർന്നു. പിന്നീട് അദ്ദേഹത്തിന് കർമ്മവാസനകളില്ലാതെ ആ കർമ്മവാസനകളെല്ലാം അടങ്ങിയപ്പോഴാണ് അദ്ദേഹം പരിബ്രാജകനായി മാറിയത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ, ഈ ഭഗവാനാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ അന്തര്യാമിയായി ഇങ്ങനെ നിലകൊള്ളുന്ന പ്രകാശിക്കുന്ന ശക്തി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും നമുക്ക് അത് അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മളും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവസാനിച്ച് നമുക്കിനിയും ഒന്നും ആഗ്രഹങ്ങൾ ബാക്കിയില്ലാതെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ നിസ്സംഗികളായി വൈരാഗികളായി മാറി അങ്ങനെ നിർമോഹത്വവും നിസ്സംഗത്വവും ഒക്കെ നേടി ആത്മതത്വം സ്വസ്വരൂപത്തെ അറിയുക, അനുഭവിക്കുക. അറിഞ്ഞാൽ പോരാ, സ്വസ്വരൂപത്തെ അനുഭവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഭഗവാനെ അനുഭവിച്ചവരാകുന്നത്. അങ്ങനെയുള്ളവരാണ് നിർവാണ പദത്തിലേക്ക് എത്തുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ കടന്നു വരണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ
ഭൂമിയിലുള്ള കർമ്മങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്ത് തീർത്തിട്ട് ഇനിയും ഒരു കർമ്മവും ഇല്ല എനിക്കിനിയും. എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാ കർമ്മങ്ങളും ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. ഞാനില്ലെങ്കിലും എല്ലാ കർമ്മങ്ങളും ഇവിടെ നടക്കും. ഒരു കർമ്മവും ഇല്ല എന്ന അവസ്ഥ നമ്മുടെ മനസ്സിന്, കാരണം ഒരു ആഗ്രഹവും ഇല്ല, ഒന്നും ചെയ്യുവാൻ നമുക്കില്ല. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, ഹൃദയ ഗുഹയിൽ പ്രകാശിക്കുന്ന ഈ ജീവനെ നിലനിർത്തുന്ന ആ വിളക്കാണ് ഭഗവാൻ എന്ന അനുഭവം നമുക്കുണ്ടാവും. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് കൊളുത്തിയ അനേകം ദീപങ്ങളാണ് ഓരോ ഹൃദയത്തിലും പ്രകാശം ചൊരിയുന്നത് എന്ന പരമസത്യം അനുഭവവേദ്യമാകും. അപ്പോഴാണ് നമ്മൾ ശരിക്കും മുക്തി നേടുന്നവരാകുന്നത്. പരിപൂർണമായ ശാന്തിയും പരമാനന്ദവും അനുഭവിക്കുന്നത് അപ്പോഴാണ്. ഈ കാണുന്നതും ഈ അനുഭവിക്കുന്നതൊന്നും ആനന്ദമല്ല, പിന്നെയല്ലേ പരമാനന്ദം. നമുക്ക് തോന്നുന്നതാണ് നൈമിഷികമായിട്ടുള്ള വെറും സുഖങ്ങൾ. ഒരു സന്തോഷം അനുഭവിച്ചാൽ അടുത്തൊരു ദുഃഖമാകും. എന്നാൽ ഈ പരമമായ സത്യത്തെ അനുഭവിച്ച് ആനന്ദിക്കുന്ന ഋഷീശ്വരന്മാരായിട്ടുള്ള യോഗികളായിട്ടുള്ള തപസ്വികളായ സത്യാന്വേഷികളായിട്ടുള്ള മഹായോഗികൾ അവരനുഭവിക്കുന്ന ആ ആനന്ദം വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് കാശ് കൊടുത്തും അല്ലാതെയൊക്കെ കിട്ടുന്ന ആനന്ദം എന്താണ്? ഒന്നുമല്ല. വെറും കരിങ്കൽ കഷ്ണങ്ങൾ പോലെയുള്ളതിൻ്റെ വില. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. അതാണ് ജ്ഞാന യോഗം. നമ്മൾ ഭക്തി യോഗം വിട്ട് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കണം. ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഭക്തി യോഗം എന്ന് പറയുന്ന ഭക്തി എന്ന് പറയുന്നത് നമ്മളുടെ KG, ഇപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളുടെ KG സെക്ഷനോ അല്ലെ പ്രൈമറി സെക്ഷനോ അല്ലെങ്കിൽ LP അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുന്നത്. അതുപോലൊക്കെ ഉള്ളു LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പിന്നെ ഡിഗ്രി. എന്നാൽ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ PhD ഒക്കെ നേടുന്ന മാതിരിയാണ് ഭക്തി. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഒരു സ്ഥായിയായ ഒരു ഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പുറമേ എത്ര കാറ്റും കോളും നടന്നാലും എന്തെല്ലാം സംഭവ വികാസങ്ങൾ നടന്നാലും അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. നമുക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. ഒരു ജീവജാലങ്ങളെയും അകറ്റാനും നമുക്ക് അവരെ ഒന്നും സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല. കാരണം നമ്മൾ ഒരു മരത്തെ കണ്ടാലും ഒരു ഉറുമ്പിനെ കണ്ടാലും ഒരു മനുഷ്യനെ കണ്ടാലും നമ്മളുടെ മോശവാക്ക് പറയാൻ ആരെങ്കിലും ഭാവിക്കുവാന്നേലും അവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ഒരു ചൈതന്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാറ്റിനോടും ഒരു വലിയ എന്തോ ഇനി പറയുന്ന ഒരു യൂണിവേഴ്സൽ ലവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഒന്നും നമ്മളിൽ നിന്ന് അന്യമല്ല. കാരണം ഈ ശ്വസിക്കുന്ന ശ്വാസം തന്നെയാണ് നമ്മളോട് എതിരിടാൻ വരുന്ന, സംസാരിക്കാൻ വരുന്ന വ്യക്തിയുടെ ഉള്ളിലും ഇരിക്കുന്നത്. പുറമേയുള്ള രൂപത്തിനേ ഉള്ളൂ വ്യത്യാസം. ഞാനും നീയും എല്ലാവരും അവൻ ഇവൻ എന്ന് പറയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരയണം. ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമാനതകളില്ലാത്തൊരു ഗ്രന്ഥമാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ആരാണ് എഴുതിയത്? ശ്രീ നാരായണ ഗുരുദേവൻ. ആ ഗ്രന്ഥത്തിലെ വരികളാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആത്മചിന്തോപദേശ ആയിട്ടുള്ള ആത്മാന്വേഷികളായിട്ടുള്ള ഋഷീശ്വരന്മാർ, മഹത്തുക്കൾ, ഇവരുടെയൊക്കെ പാത പിന്തുടർന്ന് അവരുടെയൊക്കെ വാക്കുകളും അവരുടെയൊക്കെ കൃതികളും ഒക്കെ വായിച്ച്, അത് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊക്കെ പാരായണം ചെയ്ത് അർത്ഥം ഒക്കെ പറഞ്ഞു തരുന്നതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ കേൾക്കുകയും അതിൻ്റെ പിന്നാലെ മനസ്സിനെ സഞ്ചരിക്കുവാൻ അഴിച്ചുവിടുകയും ഒക്കെ ചെയ്യൂ. ഹൃദയം ശാന്തമാകും, ജീവിതം സ്വസ്ഥമാകും, മനസ്സ് ആനന്ദപൂർണമാകും. എല്ലാവർക്കും അതിനുള്ള അവസരം ഭഗവാൻ തരട്ടെ. ആ വഴിയെ സഞ്ചരിക്കുവാൻ, ഭഗവാന്റെ കയ്യിൽ പിടിക്കുവാൻ എല്ലാവരും അതിലേക്ക് തന്നെ വരുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ശരീരം തന്ന ദേവി, പ്രകൃതിയെ സൃഷ്ടിച്ച മായാസ്വരൂപിണിയായ ഭഗവാനിൽ അന്തർലീനമായ മായാപ്രകൃതിയായ ദേവിയുടെയും ആ മായയെ പ്രകൃതി സൃഷ്ടിക്ക് വേണ്ടി സൃഷ്ടിച്ച നമ്മിലിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാന്റെയും പത്മപാദങ്ങളിൽ
സർവകർമ്മങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.